അസ്സലാമലൈക്കും, നമസ്കാരം. എന്തൊക്കെ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ചക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞായറാഴ്ചക്കത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെ എല്ലാം കഴിക്കോളി. ദോശ ഉണ്ട്, അതിൻ്റെ കൂടെ ദോശ കഴിക്കാത്തവർക്ക് ചപ്പാത്തി ഉണ്ടാവും. അപ്പോൾ ചപ്പാത്തി ഉണ്ട്, ദോശയുണ്ട്. ദോശ നമ്മളെ സൗത്ത് ഇന്ത്യൻസൊക്കെ അധികം ദോശ കഴിക്കും. നോർത്ത് ഇന്ത്യൻസും പാകിസ്ഥാനികൾക്കും കുബൂസ് കഴിക്കും, ചപ്പാത്തി കഴിക്കും. അതിൻ്റെ കൂടെ കുബൂസും ഉണ്ടാവും കേട്ടോ. കുബൂസ് കഴിക്കേണ്ടവർക്കും ആണെങ്കിൽ കുബൂസും കഴിക്കാം, കുബൂസും എടുത്ത് വെക്കും. അപ്പോൾ ചപ്പാത്തിയും ചുട്ടുകൊണ്ട് വരുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ചക്കത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഒരാഴ്ച ഫുള്ളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മെസ്സിൽ എന്തൊക്കെയാണെന്നുള്ളത് കൊടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. പഴയ കാലത്തെ മാതിരിയൊന്നുമല്ല. പ്രവാസികളാണെങ്കിലും കമ്പനിയിൽ പണിയെടുക്കുന്നവരാണെങ്കിലും ഒക്കെ ഫുഡൊന്നും വലിയ മോശമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒക്കെ നല്ല അടിപൊളി ഫുഡൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തേത് ദോശ, അതേമാതിരി അതിൻ്റെ കൂടെ ചപ്പാത്തി, പിന്നെ അതിക്കുള്ള കറികളും ഉണ്ട്. കറികളും ഓരോ ദിവസവും ഓരോന്നായിരിക്കും. ഇന്ന് ചപ്പാത്തിക്കുള്ള കറികൾ എന്താണെന്നില്ല ഞാൻ പറഞ്ഞുതരാം. ദോശക്ക് പിന്നെ എന്തായിരിക്കും, സാമ്പാറാണെന്ന്. ദോശക്ക് സാമ്പാറാണ് കേട്ടോ, സാമ്പാറും ദോശയും. ചപ്പാത്തിക്ക് നല്ല അടിപൊളി ചെറുപയർ കറി. രണ്ടും നല്ല ഹെൽത്തി അല്ലേ? ചെറുപയറൊക്കെ കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. രാവിലെയൊക്കെ ചെറുപയർ കഴിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പിന്നെ അതും കൂടാതെ അതിൻ്റെ കൂടെ ഓട്സ് ഉണ്ട്, പിന്നെ ബോയിൽ എഗ് ഉണ്ട്, മുട്ട പുഴുങ്ങിയതുണ്ട്. പുഴുങ്ങിയ മുട്ട ഉണ്ടാവും, എഗ്ഗ്, അതേമാതിരി ഓട്സും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആർക്ക് എന്തുവാണേലും കഴിക്കാം. അതായത് രാവിലെ ആരും വിശന്നിരിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒന്നല്ലെങ്കിൽ ഒന്നെടുത്തിട്ട് കഴിക്കാം. പിന്നെ ഇപ്പോൾ ഏതൊക്കെയാണെങ്കിലും എത്ര എന്തൊക്കെ കൊടുത്താലും കുറേ ആളുണ്ടാവുമ്പോൾ അതിൻ്റെ 100-ൽ ഒരാൾക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഇല്ലായിരിക്കില്ല. അതൊക്കെ സ്വാഭാവികം. അതൊക്കെ എല്ലായിടത്തും ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത്രയൊക്കെ തന്നെ ഇവിടെ അതൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടായാലുണ്ട്. അപ്പോൾ ഇതാണ് ഓട്സ്. ഓട്സും റെഡി ആയിട്ടുണ്ട്. ഓട്സും ആവശ്യമില്ലവർക്ക് ഓട്സ് എടുത്ത് കഴിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെയാണ്. ഇപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണുക. എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും അടിക്കാനൊന്നും മറക്കരുത് കേട്ടോ. പുതിയ മുത്തുമണികളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടനൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തോളുണ്ട്. അതിനൊന്നും ആരും മറക്കരുത്. ഒരു 7 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനി നാളത്തത് എന്താണെന്നുള്ളത് ഞാൻ നാളെ വീഡിയോ ഉണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞില്ലേ? ദോശ, ചപ്പാത്തി, ഓട്സ്, അതിൻ്റെ കൂടെ മുട്ട പുഴുങ്ങിയത്, പിന്നെ അതേമാതിരി അപ്പം ചപ്പാത്തിക്കും ദോശയ്ക്കുള്ള കറി. ഇത് ചപ്പാത്തിക്കുള്ള കറിയാണ് കേട്ടോ, ചെറുപയർ കറി. നല്ല അടിപൊളി ചെറുപയർ കറി. അതേമാതിരി ദോശയ്ക്ക് നല്ല അടിപൊളി സാമ്പാറും. അതൊക്കെയാണ് ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ചെറുപയറിൻ്റെ മണമൊക്കെ കൊണ്ട് വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഒന്ന് വറവിട്ടിട്ടൊക്കെ. ഇപ്പോൾ വറവിടാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളിവിടെ വറവിടുന്ന കണ്ടോ, ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വൈകുന്നത് ഓയിൽ ഒരുപാടുണ്ടല്ലോ, അത് അത്രയും സാധനം ഉണ്ട്. അത്രയും സാധനം ഉള്ളതുകൊണ്ട് പിന്നെ അത്രയും ഓയിലും ഉണ്ടാവും. അപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല മൂത്ത് വന്നപ്പോൾ അതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടി കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങോട്ട് ഇതിലോട്ടാണ്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു മണണ്ട് വരാണ്ട് സാറേ, അടിപൊളി മണമായിരിക്കും. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്തതിൻ്റെ ഒരു സ്മെല്ല് എന്തായിക്കാരെന്ന് അറിയാം. നമ്മളെ നാട്ടിലൊക്കെ നല്ല ചെറുള്ളിയൊക്കെ വെട്ടിയിട്ടൊക്കെ അല്ലേ വറവിടുന്നത്. ഇവിടെ അതേമാതിരി അല്ല കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൊണ്ടാണ് വറവിട്ടിരിക്കുന്നത്. പിന്നെ ബോയിൽ എഗ്ഗ്, അതും റെഡി ആയിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയത് ഏതാനും ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും കേട്ടോ.
രാവിലെയൊക്കെ ഒരു മുട്ട പുഴുങ്ങിയത് 1-2 കഴിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ശരീരത്തിനൊരു ആരോഗ്യത്തിന് നല്ലതല്ലേ. അപ്പോൾ ദോശയ്ക്കുള്ള സാമ്പാറാണ് ഈ തിളച്ചും കൊണ്ടിരിക്കുന്നത്. കഷ്ണമൊക്കെ നല്ല വെന്തുക്കണു. പിന്നെ അതിൻ്റെ മസാല അവിടെ റെഡിയായി വരുന്നുണ്ട്. മസാല വേറെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കൽ തന്നെയാണ് കേട്ടോ, അല്ലാതെ നമ്മൾ ഇതിൻ്റെ കൂടെ പച്ച മസാല ചേർക്കല്ല. മസാല വേറെ നല്ലതാണ് വേവിച്ചിട്ട് അത് മിക്സാക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഒരു സ്റ്റൈല്. അപ്പോൾ മസാലയ്ക്കുള്ള ഉള്ളിയൊക്കെ വാട്ടി വരുന്നുണ്ട്. ഫുള്ളായിട്ടൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നുമില്ല, അവിടുന്ന് ഇവിടുന്ന് തൊട്ടും തൊടാതെ എടുത്തിട്ടുള്ള വീഡിയോസാണ്. അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും കാണാത്തത്. ഫുള്ളായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ വേറെ ഓരോന്നിൻ്റെ ആയിട്ട് സബ്സ്ക്രൈബ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും കാണുന്ന ആഗ്രഹമുള്ളവർക്ക് ചാനലിൽ കയറിയാൽ കാണാം. അപ്പോൾ സാമ്പാർക്കുള്ള മസാല ഇട്ട് സാമ്പാറുമായി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഓക്കെ, നാളത്തെ ഒരു വീഡിയോയുമായിട്ട് നാളെ വരണ്ടേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ.